ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗ്രേറ്റ് ഫുട്ബോളിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ള ബാഴ്സലോണ ഈ ലാലിഗ ക്യാമ്പയിനിലെ ഗെയിം വീക്ക് 36 കഴിഞ്ഞപ്പോൾ തന്നെ അവരുടെ ലാലിഗ ടൈറ്റിൽ നമ്പർ 28 അങ്ങോട്ട് സ്വന്തമാക്കിയിരിക്കുകയാണ്. എങ്ങനെയാണ്, എവിടെ വെച്ചിട്ടാണ് അവർ ഈ ഒരു ടൈറ്റിൽ ഡീൽ സീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കാറ്റലോണിയയിലെ ബദ്ധവൈരികളായിട്ടുള്ള എസ്പാന്യോളിൻ്റെ ഹോം സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ്, അവരുടെ തട്ടകത്തിൽ വെച്ചിട്ടാണ്. എസ്പാന്യോളിനെ 2-0 എന്നുള്ള സ്കോർ ലൈനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഹാൻസി ഫ്ലിക്കിൻ്റെ ടീം ഈ ടൈറ്റിൽ ഡീൽ അങ്ങോട്ട് സീൽ ചെയ്തത്. മാത്രമല്ല, ഇതിലുള്ള മറ്റൊരു സുന്ദരമായിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ മത്സരത്തിൽ 2 ഗോളുകൾ പിറന്നു എന്ന് ഞാൻ പറഞ്ഞു. ആ 2 ഗോളുകളും അക്ഷരാർത്ഥത്തിൽ മെയ്ഡ് ഇൻ ലാമാസിയ ഗോളുകളായിരുന്നു. ആ 2 ഗോളുകളുടെയും ഇൻവോൾവ്മെൻറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ കൃത്യമായിട്ടും നമുക്ക് ആ ലാമാസിയയുടെ ഇൻവോൾവ്മെൻറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ കൂട്ടിക്കിഴിച്ച് നോക്കിക്കഴിഞ്ഞാലും ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം, ബാഴ്സലോണ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സ്പെഷ്യൽ സീസണാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അവരിപ്പോൾ ഡൊമസ്റ്റിക് ട്രബിൾ നേട്ടം കൈവരിച്ചിരിക്കുകയാണ്. ഹാൻസി ഫ്ലിക്ക് എന്ന് പറയുന്ന ജർമ്മൻകാരൻ ജർമ്മനിയിൽ നിന്നും സാക്കൊക്കെ കിട്ടിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങോട്ടേക്ക് ഒരു ബാഗും തൂക്കി വന്നിട്ട് ഇവിടെ ആദ്യത്തെ സീസണിൽ തന്നെ അവർക്ക് ഡൊമസ്റ്റിക് ട്രബിൾ നേടിക്കൊടുത്തിരിക്കുകയാണ്. ചെറിയൊരു കാര്യമൊന്നുമല്ല അത്. മാത്രമല്ല, ഇനി എന്തൊക്കെയാണ് ഈ ടീമിനെ കുറിച്ച് പറയേണ്ടതായിട്ടുള്ളത്, അവരുടെ ഒരു ക്യാമ്പയിനെ കുറിച്ച് പറയേണ്ടതായിട്ടുള്ളത് എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു ധാരണ എനിക്കില്ല. പക്ഷേ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുകയാണ് ഞാൻ. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, എനിക്ക് നന്ദി പറയാനാണ് ആഗ്രഹം. ഒരു ന്യൂട്രൽ ഫുട്ബോൾ ഫാൻ എന്ന രീതിയിൽ, ഒരു കാൽപന്ത് കളിയുടെ ആരാധകൻ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത് നന്ദിയാണ്. ഫുട്ബോൾ കളിച്ചതിന് നന്ദി, ഈ രീതിയിൽ ഫുട്ബോൾ കളിച്ചതിന് നന്ദി. കാരണം എന്ന് വെച്ചാൽ ഫുട്ബോളിൽ പെർഫെക്ഷൻ തേടുന്ന ചില ആളുകളൊക്കെ ഉണ്ട്. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ, നിങ്ങൾക്ക് ചിലപ്പോൾ വേറെ അഭിപ്രായങ്ങളുണ്ടായിരിക്കും. കാരണം ഓരോരുത്തർക്ക് അവരവരുടെ ഫുട്ബോൾ എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിൽ ഫുട്ബോളിൽ പെർഫെക്ഷൻ കണ്ടെത്തൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഭവമാണ്. അങ്ങനെ കണ്ടെത്തുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നാറില്ല. അപ്പോൾ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ കെയോസ് ഉള്ള ഒരു സംഭവമാണ്, കെയോട്ടിക് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ആ രീതിയിൽ ഇംപെർഫെക്ഷനോട് കൂടിയിട്ട് ഫുട്ബോൾ കളിച്ച ഈ ഹാൻസി ഫ്ലിക്കിൻ്റെ ടീമിന് നന്ദി അറിയിക്കുകയാണ് ഞാൻ. ആ ഇംപെർഫെക്ഷൻ അവർ എംബ്രേസ് ചെയ്തിട്ടുണ്ട്, ആ കെയോസിനെ അവർ എംബ്രേസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരെ നമുക്ക് എൻ്റർടൈനിങ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല, ബോബ് മാർലിയൊക്കെ പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. ഫുട്ബോൾ ഇസ് ഫ്രീഡം എന്നുള്ളതാണ്. അപ്പോൾ ഈ അറ്റാക്കിംഗ് പ്ലേയേഴ്സിൻ്റെ, ഈ സുന്ദരമായിട്ട് ബോൾ കൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലേയേഴ്സിൻ്റെയൊക്കെ ആ ഒരു ഫ്രീഡത്തെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് അത് ഫുട്ബോൾ അല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ ആ രീതിയിൽ എന്താണ്, ഒരു തരത്തിലും അറ്റാക്കിംഗ് പ്ലേയേഴ്സിനെ റെസ്ട്രിക്റ്റ് ചെയ്യാത്ത ബ്രേവായിട്ട് ഫുട്ബോൾ കളിച്ച ഹാൻസി ഫ്ലിക്കിൻ്റെ ടീമിന് നന്ദി അറിയിക്കാണ്ട് എനിക്ക് ഉറക്കം വരില്ല. അപ്പോൾ ആ രീതിയിൽ ഒരു ന്യൂട്രൽ ഫാൻ എന്ന രീതിയിലും ഞാൻ ഈ ബാഴ്സലോണ സൈഡിനെ എൻജോയ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഒരു ബാഴ്സലോണ ആരാധകനെ സംബന്ധിച്ചിടത്തോളം ഒബ്വിയസ്ലി ഡൊമസ്റ്റിക് ട്രബിൾ നേട്ടം എന്ന് പറഞ്ഞാൽ ചെറിയൊരു സംഭവം ഒന്നല്ല. 3 ട്രോഫികൾ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ചാമ്പ്യൻസ് ലീഗിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. പക്ഷേ ആ മാനർ ഓഫ് ഡിഫീറ്റ് വേദന ഉണ്ടാക്കുന്ന സംഭവം ആയിരുന്നെങ്കിൽ പോലും സീസൺ തുടങ്ങുന്ന സാഹചര്യത്തിൽ ഇങ്ങനൊരു സീസൺ ആയിരിക്കും അവർക്ക് ഉണ്ടാവുക എന്നുള്ളത് ആരും കരുതിയിട്ടുണ്ടായിരിക്കില്ല, അല്ലേ? അപ്പോൾ അത് മറക്കാം. ഹാൻസി ഫ്ലിക്ക് തന്നെ മത്സരത്തിന് ശേഷം പറഞ്ഞത്, ഇപ്പോൾ ഈ എസ്പാന്യോളിനെതിരെയുള്ള മത്സരത്തിന് ശേഷം പറഞ്ഞത് വേദന ഉണ്ടായിരുന്നു ആ ഒരു ഇന്റർ മിലാൻ പരാജയത്തിന് ശേഷം. പക്ഷേ ഇപ്പോൾ അതൊക്കെ ഓക്കെയാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ളത്. കാരണം വെച്ചാൽ ലാലിഗ ടൈറ്റിൽ അടിച്ചിരിക്കുകയാണ്, ഒപ്പം കോപ്പ ഡെൽ റേ കിരീടം സ്വന്തമാക്കിയിരിക്കുകയാണ്, സൂപ്പർ കോപ്പ കിരീടം സ്വന്തമാക്കിയിരിക്കുകയാണ്. എൽ ക്ലാസിക്കോയിൽ ബദ്ധവൈരികളെ 4 തവണ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഒരു സീസണാണ്. അപ്പോൾ ഒരുപാട് നല്ല മൊമെൻറ്റുകൾ, എന്നെന്നും ഓർക്കാനുള്ള തരത്തിലുള്ള മൊമെൻറ്റുകളാണ് ബാഴ്സലോണ ആരാധകർക്ക് ഹാൻസി ഫ്ലിക്കിൻ്റെ ടീം ഈ സീസണിൽ ഡെലിവറി ചെയ്തിട്ടുള്ളത്. പിന്നെ ട്രോഫികൾ, ആ ട്രോഫികൾ അടിക്കുമ്പോൾ കിട്ടുന്ന ലഹരി, അത് തരുന്ന ഒരു വല്ലാത്ത രീതിയിലൊരു ഇമോഷണൽ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ഈ ഒരു യാത്ര, ഈ ഒരു സഞ്ചാരമുണ്ട്, ആ ട്രോഫിയിലേക്കുള്ള സഞ്ചാരം, അതും ബ്യൂട്ടിഫുൾ ആകുമ്പോൾ അതിൽ ഒബ്വിയസ്ലി എന്താണ്, കയറ്റങ്ങളും ഇറക്കങ്ങളും ഉണ്ടായിരുന്നു, അല്ലേ? പക്ഷേ ആ ഒരു യാത്രയിൽ ബാഴ്സലോണ ആരാധകർക്ക് കിട്ടിയിട്ടുള്ള ചില മൊമെൻറ്റ്സിലുള്ള ആ അഡ്രിനാലിൻ റഷ് ഉണ്ട്. അതൊക്കെ എന്താ പറയുക. അപ്പോൾ ആ രീതിയിൽ പലപ്പോഴും അവരുടെ മത്സരങ്ങൾ റിവ്യൂ ചെയ്യുമ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ശരിക്കും എൻജോയ് ചെയ്തിട്ട് റിവ്യൂ ചെയ്തിട്ടുള്ള പല മത്സരങ്ങളുണ്ട്. കാരണം വെച്ചാൽ അവർ റെമോൺടാഡകൾ നടത്തുന്നതും, അവർ എന്താണ് ആ മെൻറ്റാലിറ്റിയിൽ വന്നിട്ടുള്ള മാറ്റം വളരെ പ്രകടമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഹാൻസി ഫ്ലിക്ക് എന്ന് പറയുന്ന ജർമ്മൻകാരൻ അവിടെ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു മെൻറ്റാലിറ്റി ഷിഫ്റ്റ്, അത് വളരെ പ്രകടമായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ കാണുമ്പോൾ, ആ ഗിവ് അപ്പ് ചെയ്യാത്ത ബാഴ്സലോണയെ കാണുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി ആ മത്സരത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്കും ഒരു എക്സ്ട്രാ എനർജി കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ ത്രസിപ്പിച്ചതിന് നന്ദി, ഈ രീതിയിൽ ഫുട്ബോൾ കളിച്ചതിന് നന്ദി, ഇതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്.
അതോടൊപ്പം തന്നെ ബാഴ്സലോണ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ട്രോഫി അടിക്കുന്നതിനോടൊപ്പം തന്നെ ആ ഒരു സഞ്ചാരം ഉണ്ടല്ലോ, ആ ഒരു ജേണി, അത് നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടാവും തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഒരുപാട് ഫ്ലോസ് ഉണ്ട് അവരുടെ ഗെയിമിൽ. നമ്മൾ സംസാരിച്ചുള്ള സംഭവം തന്നെയാണ്. ആ ഒരു പഴയ കവിത പോലും ഞാൻ മുമ്പ് ഒരു റിവ്യൂ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതായത് കുറ്റമില്ലാത്ത സുന്ദരി ഇല്ലിതെങ്ങും, കുറ്റത്തിലും സൗന്ദര്യം തന്നെ വസ്തുതം. അത് അക്ഷരാർത്ഥത്തിൽ ഈ ഫ്ലിക്കിൻ്റെ ബാഴ്സലോണയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റും. കുറ്റമില്ലാത്ത സൈഡൊന്നുമല്ല, പക്ഷേ അവരുടെ ഒരു കുറ്റത്തിലും ഭയങ്കരമായിട്ടുള്ള സൗന്ദര്യമുണ്ട്. അവരുടെ ആ ഇംപെർഫെക്ഷന് ഒരു സൗന്ദര്യമുണ്ട്. ഇതോടൊപ്പം ആ ചങ്ങായി ആരെ വെച്ചിട്ടാണ് അതൊക്കെ ചെയ്തിട്ടുള്ളത്? കാര്യമായിട്ട് റിക്രൂട്ട്മെൻ്റ് ഒന്നും നടന്നിട്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലേ. ആളങ്ങോട്ടേക്ക് വന്നപ്പോൾ ഒന്നും നടന്നിട്ടില്ല. ആകെ ഡാനി ഓൽമോയാണ് കൊണ്ടെത്തിച്ച് കൊടുത്തിട്ടുള്ളത്. ആളെ തന്നെ രജിസ്റ്റർ ചെയ്യാൻ എന്തൊക്കെ തരത്തിലുള്ള ബഹളമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഒരുപാട് ബഹളം കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഫൈനാൻഷ്യൽ പ്രശ്നങ്ങളും കാര്യങ്ങളും നേരിടുന്നുണ്ടായിരുന്നു. പക്ഷേ പുള്ളിക്കാരൻ അവിടെ വരുന്നു. പുള്ളിക്കാരൻ മൊത്തത്തിൽ ആ ഒരു ലാമാസിലേക്ക് അങ്ങോട്ട് നോക്കുന്നു. ഓക്കെ, തുടങ്ങാം എന്ന രീതിയിൽ അങ്ങോട്ട് തുടങ്ങിയതാ. വല്ലാത്തൊരു പരിപാടിയാണ് പിന്നെ ചെങ്ങായി ചെയ്ത് കൂട്ടിയത്. പക്ഷേ സീസൺ തുടങ്ങുമ്പോഴും ആൾക്ക് ബെർണാലിനൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതൊരു വലിയ അടിയായിരുന്നു. ആ മിഡ്ഫീൽഡിൽ ഇനി എങ്ങനെ ഒരു ബാലൻസ് കണ്ടെത്തും എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത ഉണ്ടായിരുന്നു. ബെർണാലിനെ കൊണ്ട് കളിപ്പിച്ചിട്ട് അവിടെ പുള്ളിക്കാരനെ വെച്ച് കളിക്കാമെന്നുള്ളൊരു തീരുമാനമായിരുന്നു ലാമാസിയ പ്രൊഡക്റ്റിനെ വെച്ചിട്ട്. പക്ഷേ വീണ്ടും സൊല്യൂഷനായിട്ട് ആൾ ലാമാസിയിലേക്ക് തന്നെ നോക്കുന്നു. കസാഡയെ കളിപ്പിക്കുന്നു. കസാഡയും പെഡ്രിയും മനോഹരമായിട്ട് ആ മിഡ്ഫീൽഡിൽ കളിക്കുന്ന നമ്മൾ കാണുന്നു. പിന്നെ ആളെ സംബന്ധിച്ചിടത്തോളം ബ്രേവായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ ഒട്ടും മടിയില്ലാത്ത തരത്തിലൊരു ചങ്ങയാണ്. ഒട്ടും മടിയില്ല. അതായത് ഇപ്പോൾ ഈ ഒരു ക്യാമ്പയിനിൽ തന്നെ ഇപ്പോൾ ജൂൾസ് കൂണ്ടെ ആ ഒരു റൈറ്റ് ബാക്ക് റോളിൽ ആളുടെ ഫസ്റ്റ് ടീമിലെ മെയിൻ മാനായിരുന്നു നമുക്കറിയുന്നതാണ് അല്ലേ. ഒരുപാട് മത്സരങ്ങൾ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. പക്ഷേ ഡിസിപ്ലിനറി കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് ഈ കൂണ്ടെ തന്നെ 3 മത്സരങ്ങളിൽ അദ്ദേഹം ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഡിസിപ്ലിൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. ശരിയാണ്, ഇതൊരു ഫാമിലി പോലെ പ്രവർത്തിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ അത് ഹാൻസി ഫ്ലിക്ക് തന്നെ മത്സരത്തിന് ശേഷം പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ഫാമിലിയാണ്, ഇവിടുത്തെ പോലെ എനിക്ക് മറ്റെവിടെയും തോന്നിയിട്ടില്ല എന്നുള്ളത്. അതൊക്കെ ഒരു ബാഴ്സലോണ ആരാധന കേൾക്കാൻ സുഖമുള്ളൊരു കാര്യമാണ്. മാത്രമല്ല ആൾ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പോകുന്നുണ്ട്. ഇത് എന്തിൻ്റെയൊക്കെയോ ഒരു തുടക്കം മാത്രമാണ്. ലമീൻ യമാലോ അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ബാഴ്സ ആരാധകരോട് പുള്ളിക്കാരൻ പറഞ്ഞത് ജസ്റ്റ് തുടക്കം മാത്രമാണെന്നുള്ളതാണ്. ഒരു 17കാരൻ്റെ വാക്കാ. മാത്രമല്ല ആൾ പറഞ്ഞതെന്ന് വെച്ചാൽ ജയിക്കുമ്പോൾ അത് മടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു സംഭവമായിട്ടാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഹാൻസി ഫ്ലിക്ക് പറയുന്നതാണ് ഇതൊരു ഫാമിലി പോലെയാണ്. അപ്പോൾ എന്താണ്, പുള്ളിക്കാരൻ ഹാപ്പി ആയിട്ടിരിക്കാനും പാഷനേറ്റായിട്ട് വർക്ക് ചെയ്യാനും സാധിച്ചു എന്നുള്ളതാണ്. ഇതോടൊപ്പം അദ്ദേഹം അടിവരയിട്ട് പറയുന്ന മറ്റൊരു സംഭവം കൂടി ഉണ്ട്. അടുത്ത സീസണിൽ ഇനിയും കാര്യങ്ങൾ ബെറ്റർ ആക്കാനുണ്ട് എന്നുള്ളത്. നമുക്കറിയാലോ ഒരുപാട് ഫ്ലോസ് ഈ ഒരു ബാഴ്സലോണ സൈഡിൽ ഉണ്ടായിരുന്നു. അവരുടെ ആ ഒരു ഹൈലൈനെ ബ്രീച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ ഡിഫെൻഡിങ് കുറച്ചുകൂടെ ബെറ്റർ ആകാം നമുക്കറിയുന്നതാണ്. അതോടൊപ്പം തന്നെ ഗെയിം മാനേജ്മെൻറ്റ് അവർ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് തുടക്കമാണെന്ന് പറയുമ്പോൾ ഇതിൻ്റെ പൊട്ടൻഷ്യൽ, ഈ ടീമിൻ്റെ സീലിംഗ് വളരെ വലുതാണ്. അതോടൊപ്പം തന്നെ അവരുടെ ബദ്ധവരികളായിട്ടുള്ള റയൽ മാഡ്രിഡും ശക്തമായിട്ട് തിരിച്ചു വരാൻ പണിയെടുത്തുകൊണ്ടിരിക്കുക. എന്തായാലും അടുത്ത കൊല്ലം എന്ന് പറഞ്ഞാൽ, അടുത്ത സീസൺ എന്ന് പറഞ്ഞാൽ, വരുന്ന സീസണുകൾ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരിക്കും. അതിനായിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഹാൻസി ഫ്ലിക്ക് മറ്റു ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിലുള്ള ചില പ്രസക്ത ഭാഗങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സെക്കൻഡ് ഹാഫ് ഓഫ് സീസണിൽ ഒരൊറ്റ ലാലിഗ മത്സരം പോലും ഹാൻസി ഫ്ലിക്കിൻ്റെ ടീം പരാജയപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യമാണ്. അതൊരു അൺബിലീവബിൾ സംഭവമായിട്ടാണ് അദ്ദേഹം തന്നെ കണക്കാക്കുന്നത്. ഒപ്പം ഏറ്റവും ഇമോഷണൽ ആയിട്ടുള്ളൊരു മൊമെൻറ്റ് ഈ ഒരു ക്യാമ്പയിനിൽ അദ്ദേഹം നേരിട്ട് എന്താണെന്ന് വെച്ചാൽ ആ ഡോക്ടറിൻ്റെ മരണമാണ്. ഡോക്ടർ മിനാരോ മരണപ്പെട്ടു പോയല്ലോ. അത് ശരിക്കും നല്ല രീതിയിൽ വേദന ഉണ്ടാക്കിയിട്ടുള്ള ഒരു മൊമെൻറ്റാണ്. അദ്ദേഹത്തെ നമ്മൾ ഈ ഒരു അവസരത്തിൽ ഓർക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഹാൻസി ഫ്ലിക്ക് പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ സുന്ദരമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഈ സീസൺ ഗ്രേറ്റ് ആയിരുന്നു, നമ്മൾ ഹാപ്പിയാണ്. പക്ഷേ വി ക്യാൻ ഡു ബെറ്റർ നെക്സ്റ്റ് സീസൺ എന്നുള്ളതാണ് ഹാൻസി ഫ്ലിക്ക് പറഞ്ഞ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഹാൻസി ഫ്ലിക്കിൻ്റെ ആ ഒരു പ്രസ്സിങ്, കൗണ്ടർ പ്രസ്സിങ്, ഹൈ ലൈൻ, ഹൈ റിസ്ക് എടുത്തിട്ടുള്ള ആ ഫുട്ബോൾ, ആ ഡയറക്റ്റ് ഫുട്ബോൾ, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നെ സംബന്ധിച്ചോളം ഞാൻ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഫുട്ബോൾ, ഈവൻ ഡിഫെൻഡ് ചെയ്തിട്ട് കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്നതിനും ഒരു സൗന്ദര്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന തരത്തിലുള്ള ഒരാളാണ് ഞാൻ. നന്നായി ഡിഫെൻഡ് ചെയ്തിട്ട് കൗണ്ടർ അറ്റാക്ക് ചെയ്യുമ്പോൾ, ആ കൗണ്ടർ അറ്റാക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് അറ്റാക്കാണ്, അത് കാണാൻ തന്നെ ഭയങ്കര രസമാണ്. അപ്പോൾ ആ രീതിയിൽ വെർട്ടിക്കൽ ഫുട്ബോൾ കളിക്കുന്ന സൈഡുകളോട് എനിക്ക് പ്രത്യേക താല്പര്യമുണ്ട്. അപ്പോൾ ആ രീതിയിൽ എന്താണ് ഡയറക്റ്റ് ഫുട്ബോൾ കളിക്കുന്ന
പൊസഷൻ വെറുതെ അവിടെ ഇവിടെയൊക്കെ സൈഡ് വൈസ് പാസും ബാക്ക് പാസും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് പൊസഷൻ വെച്ചിട്ട് അതിനെ കൺട്രോൾ എന്നുള്ള പേരിൽ വിളിക്കുന്നതിന് പകരം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും എൻജോയ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഫുട്ബോളാണ്. അത് ഈവൻ ഡിഫെൻഡ് ചെയ്തിട്ട് കൗണ്ടർ അറ്റാക്ക് ചെയ്യുമ്പോഴും ഞാനത് എൻജോയ് ചെയ്യാറുണ്ട്. എന്തായാലും ഈ ഹാൻസി ഫ്ലിക്കിൻ്റെ ടീമിൻ്റെ ഫുട്ബോൾ ഞാൻ ശരിക്കും തറലി എൻജോയ് ചെയ്തിട്ടുണ്ട്. അവർക്കത് അടുത്ത സീസണിൽ തുടരാൻ സാധിക്കുമല്ലോ എന്ന് കണ്ടറിയാം. ടീമുകൾ എന്തായാലും പഠിക്കുന്നുണ്ടാവും എങ്ങനെയാണ് ഇവരെ കൗണ്ടർ ചെയ്യേണ്ടതെന്നുള്ളത്. അതിൻ്റെ ഗ്ലിംസുകൾ നമുക്ക് ഈ സീസണിൽ തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും ബാഴ്സലോണയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ചില സ്റ്റാറ്റ്സുകൾ പറഞ്ഞു പോകാം. 2024-2025 ഓൾറെഡി അവർ ചാമ്പ്യന്മാരായിരിക്കുകയാണല്ലോ. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചിട്ടുള്ളത് ഹാൻസി ഫ്ലിക്കിൻ്റെ സൈഡാണ് ലാ ലീഗയിൽ, 97 ഗോളുകൾ. അവരുടെ XG അക്യുമുലേറ്റ് ചെയ്തിട്ടുള്ളത് 87.58 ആണ്. അതിലൊന്ന് 97 ഗോളുകൾ അവർ അടിച്ചു. ഏറ്റവും കൂടുതൽ XG അക്യുമുലേറ്റ് ചെയ്തിട്ടുള്ളതും ബാഴ്സലോണ തന്നെയാണ്. ഏറ്റവും കൂടുതൽ ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തതും ബാഴ്സലോണ തന്നെയാണ്. ചാൻസ് ആഫ്റ്റർ ചാൻസ് അവർ എല്ലാ മത്സരവും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 154 ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഷോട്ട്സ് പെർ ഗെയിം അതും ബാഴ്സലോണ തന്നെയാണ്, 17.8. ഏറ്റവും കൂടുതൽ ഷോട്ട്സ് ഓൺ ടാർഗറ്റ് പെർ ഗെയിം അതും ബാഴ്സലോണ തന്നെയാണ്, 6.6. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ചില മത്സരങ്ങളിലൊക്കെ അവരുടെ ക്ലിനിക്കലല്ലാത്തൊരു പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ റിവ്യൂവിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിച്ചൊക്കെ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചിട്ടുള്ള ഒരു സൈഡിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പക്ഷേ അവർ ക്ലിനിക്കൽ അല്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവർ ക്ലിനിക്കൽ കൂടി ആയാലുള്ള ഒരവസ്ഥ എന്തായിരിക്കും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? പിന്നെ ഏറ്റവും കൂടുതൽ ടച്ചസ് പെനൽറ്റി ഏരിയയിൽ ബാഴ്സലോണ തന്നെയാണ്, 34.5 പെർ ഗെയിം. ഏറ്റവും കൂടുതൽ ആക്യുറേറ്റ് പാസുകൾ ബാഴ്സലോണ തന്നെയാണ്. ഏറ്റവും കൂടുതൽ പൊസിഷൻ, ആവറേജ് പൊസിഷൻ അതും ബാഴ്സലോണ തന്നെയാണ്. പക്ഷേ അവർ വെറുതെ പൊസിഷൻ കീപ്പ് ചെയ്യില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഒരു സംഭവം. 68.9% ആണ് അവരുടെ ആവറേജ് പൊസിഷൻ. ഒബ്വിയസ്ലി ലാ ലീഗയിൽ പല ടീമുകളും സിറ്റ് ബാക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ആ സിറ്റ് ബാക്ക് ചെയ്തതിൽ ടീമുകളെ ബ്രേക്ക് ഡൗൺ ചെയ്യേണ്ട ഒരു പരിപാടി ഉണ്ടായിരുന്നു. അവർ അനായാസമായിട്ട് പലപ്പോഴും ബ്രേക്ക് ഡൗൺ ചെയ്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് അവർ ഇടങ്ങറായിട്ടുണ്ട്, അത് വേറെ കാര്യം. അവിടെ അവർ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് ക്ലിനിക്കൽ അല്ലാത്ത പ്രശ്നങ്ങളാണ് പലപ്പോഴും നമ്മൾ കണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഈ സീസണിൽ നടന്നുള്ള ചില സംഭവങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാൻ ശ്രമിക്കാം. അതേപോലെ തന്നെ ഹയസ്റ്റ് ഗോൾ കൺവേർഷനും അവരുടെ തന്നെയാണ്. അപ്പോൾ 14.7% അവരുടെ ഗോൾ കൺവേർഷനാണ്. അങ്ങനെ ബെസ്റ്റ് ഗോൾ കൺവേർഷൻ റേറ്റ് ഉണ്ടാവുമ്പോഴും അവർ ക്ലിനിക്കലല്ല എന്നുള്ളൊരു വാദം നമുക്ക് ഉന്നയിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ ടീം കുറച്ചുകൂടെ ബെറ്ററായിട്ട് ഫിനിഷ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പം മോശം ഫിനിഷിംഗ് എന്നല്ല പറയുന്നത് കേട്ടോ, അത് വല്ലാത്തൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പോകും എന്നെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ സ്റ്റിൽ നമുക്കറിയാലോ, ചില അവസരങ്ങളിലൊക്കെ നമുക്ക് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു ഇവർ കുറച്ചുകൂടി ബെറ്ററായിട്ട് ഫിനിഷ് ചെയ്തിരുന്നെങ്കിൽ എന്നുള്ളത്. അപ്പം അല്ലെങ്കിൽ ഇനി ചെയ്യുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ അതാണ് ചില വണ്ടർഫുൾ സ്റ്റാറ്റുകൾ. ഇനി ഈ മത്സരത്തിൽ ഗോളുകൾ അടിച്ചത് ലമീൻ യമാലും അതേപോലെ തന്നെ ഫെർമിൻ ലോപ്പസുമാണ്. ഫെർമിൻ ലോപ്പസിൻ്റെ ഗോളിന് അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തത് ലമീൻ യമാലാണ്. ലമീൻ യമാലിൻ്റെ ഗോളിന് അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തത് ഡാനി ഓൾമോ. എല്ലാം ലാമാസിയ പ്രൊഡക്റ്റുകൾ തന്നെയാണ്. ഇനി ഈ ലമീൻ യമാലിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫിലാണ് ഡെഡ് ലോക്ക് ബ്രേക്ക് ചെയ്യപ്പെടുന്നത്. ഫസ്റ്റ് ഹാഫിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മത്സരത്തിൻ്റെ റിവ്യൂവിലേക്ക് കടക്കുന്നില്ല, കുറേ കാര്യങ്ങൾ സംസാരിക്കാനുള്ളതുകൊണ്ട്. ഫസ്റ്റ് ഹാഫിൽ എസ്പാന്യോൾ അവർ ആ ഒരു പ്രൈഡിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. മാത്രമല്ല എന്താണ്, മത്സരത്തിൻ്റെ 8ാമത്തെ മിനിറ്റിൽ ഒരു ഡിലേ ഒക്കെ ഉണ്ടായിരുന്നു. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ റെഫറി പോലീസുമായിട്ടൊക്കെ സംസാരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതായത് സ്റ്റേഡിയത്തിൻ്റെ പുറത്ത് ഒരു കാറ് കുറേ എസ്പാന്യോൾ ആരാധകർക്ക് നേരെ കണ്ട് ഇടിച്ച് കയറി പോകുന്ന ഒരവസരം ഉണ്ടായിരുന്നു. അത് പിന്നീട് പോലീസ് പറയുന്നത് ഒരു ആക്സിഡൻ്റ് ആണെന്നുള്ളതാണ്. പക്ഷേ അത് ആ വീഡിയോ കാണുമ്പോൾ എന്ത് തേങ്ങയാണ് നടന്നത് കൃത്യമായിട്ട് അറിയില്ല. അതിൽ കുറേ പേർക്ക് ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്. ചിലർക്കൊക്കെ പിന്നെ അത്ര സീരിയസ് അല്ലാത്ത ഇഞ്ചുറിയാണ്, ചിലർക്ക് സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറീസും പറ്റിയിട്ടുണ്ടെന്നാണ് പറഞ്ഞ ആൾക്ക്. 15ഓളം ആളുകൾക്ക് ഇഞ്ചുറി പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വാർത്തയൊന്നും വായിച്ചിരുന്നത്. അപ്പോൾ ഈ എസ്പാന്യോൾ ബാഴ്സലോണ റൈവൽറി വളരെ വലുതാണ്. വളരെ വലുതെന്ന് പറഞ്ഞാൽ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള റൈവൽറിയാണ്. കാരണം ആ കാറ്റലോണിയയിലുള്ള 2 ക്ലബ്ബുകളാണ്. ആ ക്ലബ്ബുകളുടെ വലുപ്പത്തിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം ബാഴ്സലോണ എത്രയോ മുകളിലാണെന്നുള്ളത്. പക്ഷേ ആരാധകരുടെ ആ ഒരു ഇൻറ്റൻസ് റൈവൽറിയും അവർ ഈ മത്സരത്തെ നോക്കിക്കാണുന്നതും അത് വല്ലാത്ത വീറും വാശിയോടും കൂടി തന്നെയാണ്. അപ്പോൾ അങ്ങനെ അവർ ഒബ്വിയസ്ലി ഈ മത്സരത്തിൽ ഇങ്ങനെ പരാജയപ്പെടാൻ അവർ ഒരിക്കലും ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കില്ല. അത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. 2023 മെയ് 14 ഇതേപോലെ തന്നെ 4-2 എന്നുള്ള സ്കോറിലാണ് അന്ന് എസ്പാന്യോൾ പരാജയപ്പെട്ടത്. അന്നും ബാഴ്സലോണ ആ ടൈറ്റിൽ സീൽ ചെയ്തത് ഷാവിയുടെ കീഴിൽ ഈ എസ്പാന്യോളുടെ ഹോമിൽ വെച്ചിട്ടാണ്. അവിടെ 2 വർഷങ്ങൾക്ക് ശേഷം ഹാൻസി ഫ്ലിക്കിൻ്റെ കീഴിലും അവർ ആ ടൈറ്റിൽ സീൽ ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ട് തന്നെയാണ്, എസ്പാന്യോളുടെ ഹോമിൽ വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ അത് അവർക്ക് ഭയങ്കര വേദന ഉണ്ടാക്കുന്ന തരത്തിലുള്ള സംഭവം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിത് ഇന്ന് നടക്കരുത് എന്നുള്ള രീതിയിൽ ഒന്ന് ഡിലേ ആക്കണം. ഡിലേ ആക്കാൻ മാത്രമേ പറ്റുള്ളൂ, വേറെ സംഭവമൊന്നുമില്ല. അപ്പോൾ ഡിലേ ആക്കാനുള്ള ഒരു പരിപാടിയായിട്ടാണ് അവർ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അവർ റെലഗേറ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല, പക്ഷേ എന്താണ് അത് മാത്തമാറ്റിക്കലി അങ്ങോട്ട് സെറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ടായിരുന്നു അവരുടെ മുമ്പിൽ. അങ്ങനെ അവർ നല്ല അഗ്രസീവായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു.
ഇവിടെ വേറൊരു ഒരു കൗതുകരമായിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ 2ാം നമ്പറുകാരാണ് അവരുടെ ഫോർവേഡ്. നമുക്കറിയുന്നതാണ്. അപ്പോൾ ചെങ്ങൈനെ സംബന്ധിച്ചിടത്തോളം റോബർട്ടോ ഫെർണാണ്ടസ് 2ാം നമ്പർ ജേഴ്സി ധരിച്ചുകൊണ്ട് എസ്പാന്യോളിൻ്റെ ലൈനിൽ ലീഡ് ചെയ്യുന്ന അവരുടെ സ്ട്രൈക്കറാണ്. 6 ഗോളുകളെങ്ങാനും ഈ ലാലിഗ ക്യാമ്പയിനിലൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരനെ നല്ലൊരു പാസും കാര്യങ്ങളൊക്കെ നമ്മൾ തുടക്കത്തിൽ തന്നെ കണ്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു. മത്സരത്തിൻ്റെ 4ാമത്തെ മിനിറ്റിലെങ്ങാനും നല്ലൊരു പാസ്സൊക്കെ ചെങ്ങായി കൊടുത്തിട്ടുണ്ടായിരുന്നു, നല്ലൊരു ത്രൂ ബോൾ. അപ്പോൾ അത് ഗോളാക്കി മാറ്റാൻ എസ്പാന്യോളിന് സാധിച്ചില്ല. അപ്പോൾ അവിടെ ബാഴ്സലോണയോളം ഒരു സ്ലോപ്പി സ്റ്റാർട്ടൊക്കെ ആയിരുന്നു. അങ്ങനെ അവരുടെ കൗണ്ടർ പ്രസിംഗ് ഒന്നും അത്ര മനോഹരമായിട്ട് വർക്ക് ആകുന്നുണ്ടായിരുന്നില്ല. ഡിഫൻസിൽ ബാഴ്സലോണയ്ക്ക് വേണ്ടിയിട്ട് മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ക്രിസ്റ്റ്യൻസൻ, അറൂഹോ, എരിക് ഗാർസിയ റൈറ്റ് ബാക്കായിട്ട്, ലെഫ്റ്റ് ബാക്കായിട്ട് ജെറാർഡ് മാർട്ടിൻ. അതൊരു കംപ്ലീറ്റ്ലി ന്യൂ സെറ്റ് ഓഫ് ബാക്ക് ലൈൻ ആയിരുന്നു എന്നുള്ള കാര്യം ഓർക്കണമായിരുന്നു. പിന്നെ മിഡ്ഫീൽഡ് ഫ്രങ്കിയും പിന്നെ പെഡ്രിയും തന്നെ. അറ്റാക്കിൽ 10 ആയിട്ട് ഓൾമോ, ലെഫ്റ്റ് സൈഡിൽ റഫീന, റൈറ്റ് സൈഡിൽ ലെവൻഡോസ്കി കളിക്കുന്നതാണ്. ലെവൻഡോസ്കി സംബന്ധിച്ചോളം ആ ഒരു പിച്ചിച്ചി റേസിൽ ഇപ്പോൾ പുറകിൽ പോയിട്ടുണ്ട്. അപ്പോൾ ആൾക്ക് ആ ഒരു ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ആൾക്ക് ഗോൾ അടിക്കാനൊന്നും സാധിച്ചില്ല. മാത്രമല്ല എസ്പാന്യോൾ നല്ല രീതിയിൽ തുടങ്ങുന്നു. അപ്പോൾ എസ്പാന്യോൾ ഈ ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് അനായാസമായിട്ട് അവർ ആ ബാഴ്സലോണ മിഡ്ഫീൽഡിൻ്റെ ഒരു ഹൃദയഭാഗത്തിലൂടെ ബോളുമായിട്ട് ഡ്രൈവ് ചെയ്ത് മുമ്പോട്ട് പോയിട്ട് പാസ്സൊക്കെ കൊടുത്തിട്ടാണ്. അങ്ങനെ ആ ഒരു ഹൈലൈനെ ബ്രീച്ച് ചെയ്യുന്ന തരത്തിലുള്ള ത്രൂ ബോൾ കൊടുക്കുന്നു ഈ റോബർട്ടോ ഫെർണാണ്ടസ്. പക്ഷേ അത് പിന്നെ മിഡ്ഫീൽഡ് നല്ലൊരു റണ്ണ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഏർക്കോ ഗോൺസാലസിനെ ഗോളാക്കി മാറ്റാൻ സാധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ഷോട്ട് അദ്ദേഹം ഡ്രാഗ് ചെയ്ത് കളയുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഓക്കെ, അതേപോലെ തന്നെ ഈ 8ാമത്തെ മിനിറ്റിൽ ഡിലേ ഉണ്ടായി ഞാൻ പറഞ്ഞു. കുറച്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ മത്സരം തുടങ്ങി. പക്ഷേ എസ്പാന്യോളിൻ്റെ ചില ആരാധകർക്കും ആ മത്സരം നടത്താൻ താല്പര്യം ഉണ്ടായിരുന്നില്ല, ഈ ഒരു ഇൻസിഡൻറ്റ് പുറത്ത് നടന്നുകൊണ്ട്. അതുകൊണ്ട് തന്നെ ചിലരൊക്കെ അവിടെ നിന്ന് ഇറങ്ങി പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അവർ ആ രീതിയിൽ പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് എംപ്റ്റി സീറ്റ്സൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ മത്സരം പുരോഗമിക്കുന്നു. പിന്നെ ഈ എക്സ്പോസിറ്റോൻ്റെ ഒരു ത്രൂ ബോളൊക്കെ നമ്മൾ കാണുന്നു. അപ്പോൾ അത് ബാഴ്സലോണയുടെ അടുത്ത് പൊസിഷൻ എസ്പാന്യോൾ വിൻബാക്ക് ചെയ്യുകയാണ്. അത് ഡാനി ഓൾമോയുടെ അടുത്ത് പൊസിഷൻ വിൻബാക്ക് ചെയ്യുന്നതിന് ശേഷം ഈ ബാഴ്സലോണയുടെ ഹൈലൈൻ ബ്രീച്ച് ചെയ്യുന്ന തരത്തിലുള്ള നല്ലൊരു ത്രൂ ബോൾ ഹാവി പുവാഡോക്ക് കൊടുക്കുന്നു. ഹാവി പുവാഡോയുടെ ഷോട്ട് അത് ഷെസ്നി സേവ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതൊരു ഫാന്റാസ്റ്റിക് സേവ് ആയിരുന്നു. അതേപോലെ തന്നെ ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം ക്രിസ്റ്റ്യൻസൻ്റെ ഒരു ലൈൻ ബ്രേക്കിംഗ് പാസ്, ക്രിസ്റ്റ്യൻസൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടാണെന്നാണ് തോന്നുന്നത് ഈ സീസണിൽ, അല്ലേ? എന്തായാലും ഗംഭീരമായിട്ട് തന്നെയാണ് അദ്ദേഹം ഡിഫെൻഡ് ചെയ്തിട്ടുള്ളത്. ഒരു ബ്ലേറ്റൻറ്റ് യെല്ലോ കാർഡും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. എസ്പാന്യോളും വളരെ അഗ്രസീവായിട്ട് ഫൗളുകൾ കമ്മിറ്റ് ചെയ്യാനും അവർ ഫിസിക്കലാകാനുള്ള ശ്രമമൊക്കെ അവരുടെ ഭാഗത്തുനിന്നായിരുന്നു. അപ്പോൾ ഈ ക്രിസ്റ്റ്യൻസിൻ്റെ ത്രൂ ബോൾ റഫീനിയിലേക്ക് എത്തുന്നു. റഫീനിയ ആ ഒരു പോക്കറ്റ് ഓഫ് സ്പേസിൽ ആ ബോൾ റിസീവ് ചെയ്തതിനു ശേഷം ടേൺ ചെയ്തിട്ട് ഡിഫൻഡർമാർ അതിൻ്റെ ചുറ്റുണ്ട് ഷോട്ട് അടിച്ചത്. പക്ഷേ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഷോട്ടായിരുന്നു. അത് നേരെ കീപ്പറിൻ്റെ കയ്യിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ക്രിസ്റ്റ്യൻസിൻ്റെ യെല്ലോ കാർഡ് ഈ ഒരു ത്രോ ഇൻ എസ്പാന്യോൾ എടുക്കുന്നു. എന്നിട്ട് അവർ ആ ഹൈലൈൻ്റെ പുറകിലൂടെ ഒരു ചാനലിലേക്കുള്ള ബോൾ കൊടുത്തപ്പോൾ ക്രിസ്റ്റ്യൻസൻ ആ പ്ലെയറിനെ അവിടെ പിടിച്ച് വീഴ്ത്തിയിടുന്നു. ബ്ലേറ്റൻ്റ് ആയിട്ടുള്ളൊരു ഫൗളാണ്. അങ്ങനെ യെല്ലോ ഒക്കെ വാങ്ങിക്കൂട്ടുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ റൈറ്റ് സൈഡിലൂടെയുള്ള എരിക് ഗാർസിയയുടെ നല്ല റണ്ണായിരുന്നു. എരിക് ഗാർസിയൊക്കെ അഗെയിൻ ആ റൈറ്റ് ബാക്ക് റോളിൽ മനോഹരമായിട്ട് കളിക്കുന്നതിന് നമുക്ക് കാണാൻ സാധിച്ചത്. എന്നിട്ട് അത് ലെവൻഡോസ്കി കൊടുത്തപ്പോൾ ലെവൻഡോസ്കി ചെസ്റ്റിലൊക്കെ അത് കൺട്രോൾ ചെയ്തിട്ടൊരു വോളിയൊക്കെ അടിച്ചത് ജസ്റ്റ് വൈഡായിട്ട് പോയി. പക്ഷേ നല്ലൊരു ഒഡീഷ്യസ് അറ്റംപ്റ്റ്. ഇങ്ങനത്തെ സംഭവങ്ങൾ മാത്രമേ ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ ലോങ് ബോളുകളും കാര്യങ്ങളൊക്കെ എസ്പാന്യോൾ കൊടുക്കുന്നു. സെക്കൻഡ് ബോളും കാര്യങ്ങളൊക്കെ അവർ വിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അവരുടെ ആ ഒരു അഗ്രഷൻ നമ്മൾ കാണുന്നതായിരുന്നു. അവർ ടൈറ്റിലിന് വേണ്ടി കളിക്കുന്നത് അവർ ആണോ എന്നുള്ള രീതിയിൽ തോന്നിപ്പോകുന്ന തരത്തിലായിരുന്നു ഫസ്റ്റ് ഹാഫിൽ പ്രകടനം ഉണ്ടായിരുന്നു. വളരെ സ്ലോപ്പി ആയിരുന്നു ബാഴ്സലോണ എന്നുള്ള കാര്യം ഓർക്കണം. സെക്കൻഡ് ഹാഫിൽ തുടക്കത്തിൽ തന്നെ ജെറാർഡ് മാർട്ടിനെ പിൻവലിക്കുകയാണ്. അലഹാൻഡ്രോ ബാൽഡെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ഹാൻസി ഫ്ലിക്ക്. അവിടെ നിന്ന് അധികം വൈകാതെ തന്നെ അരൂഹോയെ പിൻവലിക്കുന്നു. അത് ക്രിസ്റ്റ്യൻസൻ യെല്ലോ കാർഡിൽ ഇരിക്കുമ്പോൾ പോലും അരൂഹോയെ പിൻവലിച്ചിട്ട് കുബാർച്ചയെ കൊണ്ടുവരുന്നു. ആ 2 ചേഞ്ചസ് വരുത്താൻ പിന്നെ ഹാൻസി ഫ്ലിക്ക് തീരുമാനിക്കുന്നു. അത് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. മത്സരത്തിൻ്റെ 53ാമത്തെ മിനിറ്റിലാണ് ആ ഡെഡ് ലോക്ക് ബ്രേക്ക് ചെയ്യുന്ന തരത്തിലുള്ള ആ ഒരു വണ്ടർ ഗോൾ നമ്മുടെ ചെങ്ങായി അടിക്കുന്ന ലമീൻ യമാൽ. എങ്ങനത്തെ ഗോളാണത്? അതായത് ലമീൻ യമാലിലേക്ക് പാസ് കൊടുത്തപ്പോൾ ലമീൻ യമാൽ ഡാനി ഓൾമോക്ക് അതൊന്ന് ഉയർത്തി കൊടുക്കുകയാണ്. റൈറ്റ് സൈഡിലേക്ക് നീങ്ങിയിട്ടുള്ള ഡാനി ഓൾമോ അത് കൺട്രോൾ ചെയ്യുന്നതിൻ്റെ ജഗിളൊക്കെ ചെയ്തിട്ട് അത് തിരിച്ച് ലമീന് കൊടുക്കുമ്പോൾ ലമീൻ പിന്നെ ലെഫ്റ്റിൽ നിന്ന് അങ്ങോട്ട് കട്ടിങ് സൈഡ് ഇത് പോവുകയാണ്. നമുക്കറിയാം ആളെന്താ ചെയ്യാൻ പോകുന്നുള്ളത്. അതായത് പണ്ട് ഞാൻ ഒരു റിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് പ്രെഡിക്റ്റബിളാണ് എന്താണ് ചെയ്യാൻ പോകുന്നുള്ളത്. ആ അവസരത്തിൽ കട്ടിങ് സൈഡ് ചെയ്യും, അടിക്കും. പക്ഷേ തടയാൻ പറ്റുമോ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യം. തടയാൻ പറ്റുന്നില്ല. കാരണം അത് തടയാൻ പറ്റില്ല. അമ്മാതിരി ഷോട്ടാണ്, അമ്മാതിരി കേളറാണ്, മഴവില്ല് സാധനം. ഒന്നും ചെയ്യാനില്ല. ജോൺ ഗാർസിയ എന്ന് പറയുന്ന കീപ്പർ ചാടി നോക്കി. പക്ഷേ വാട്ട് എ സ്ട്രൈക്ക് മാൻ. അതൊന്ന് ആലോചിച്ച് നോക്കിയേ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മത്സരത്തിൽ വീണ്ടും ഡെലിവറി ചെയ്തിരിക്കുകയാണ് ലമീൻ യമാൽ. ഒരു ഡിഫറൻസ് മേക്കർ ആവുകയാണ് വീണ്ടും ലമീൻ യമാൽ എന്ന് പറയുന്ന 17-കാരൻ. അപ്പോൾ ഈ ആര്യൻ റോബനും ഇതേപോലെയൊക്കെ തന്നെയായിരുന്നു പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ. കട്ടിൻ സൈഡ് ഇത് വരും, എന്നിട്ട് എന്താ
ആൾ ഷോട്ട് അൺലീഷ് ചെയ്യും. നമുക്കറിയാം അതാണ് പുള്ളിക്കാരൻ ചെയ്യാൻ പോകുന്നത്. അത് തടയാൻ പറ്റിയിട്ടുണ്ട് ആർക്കെങ്കിലും ഇല്ല. ഇവിടെ ഈ 17-ാമത്തെ വയസ്സിൽ ഈ ചെങ്ങായി ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ഒരു രക്ഷയില്ലാത്ത കാര്യങ്ങളാണ്. ഒരു രക്ഷയില്ലാത്ത കാര്യങ്ങൾ. ലാലീഗയിൽ അസിസ്റ്റിൻ്റെ പട്ടികയിൽ 1-ാം സ്ഥാനത്താണ് ലമീൻ യമാൽ ഇരിക്കുന്നത്. 15 അസിസ്റ്റുകളുണ്ട് ചങ്ങായിയുടെ പേരിൽ. ഈ ഒരു ക്യാമ്പയിനിൽ ഓൾ കോമ്പറ്റീഷൻസിൽ 53 മത്സരങ്ങളിൽ 42 ഗോൾ കോൺട്രിബ്യൂഷൻസ്. എന്താണിത് ലമീന്. മാത്രമല്ല ആ ഗോൾ അടിച്ചതിന് ശേഷം ചങ്ങായിയുടെ സെലിബ്രേഷൻ എസ്പാന്യോൾ ആരാധകർക്ക് നേരെ പോയിട്ട് ആൾ കൈ ഇങ്ങനെ ആകാശത്തേക്ക് ഉയർത്തിയിട്ട് നിൽക്കുകയാണ്. ഈ നൃത്തക്കം നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ട്, പലതവണ കണ്ടിട്ടുണ്ട്, ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. ബാഴ്സലോണ ആരാധകർക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സെലിബ്രേഷനിൽ ഒന്നാണത്. കാരണം ലിയോണൽ മെസ്സി, സാക്ഷാൽ ലിയോണൽ മെസ്സി അനേകായിരം തവണ വിന്നിങ് ഗോളുകൾ അടിച്ചുകൊണ്ട് ഇമാതിരി നൃത്തക്കം പല എവേ ഗ്രൗണ്ടുകളിലും നടത്തിയിട്ടുണ്ട്, അവരുടെ സ്വന്തം ഗ്രൗണ്ടിലും നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ കണ്ടും കേട്ടും വളർന്ന ബാഴ്സലോണ ആരാധകർ ഒരു 17-കാരൻ അത് തന്നെ ചെയ്യുന്നത് കാണാണ്. അതേ നൃത്തക്കം, അതേ സ്വാഗ്. പക്ഷേ ഒരു കമ്പാരിസണ് ഞാൻ മുതിരുന്നില്ല. ലമീൻ യമാൽ തന്നെ പറയുന്നുണ്ട്, എന്നെയും മെസ്സിയുമായിട്ട് കമ്പയർ ചെയ്യരുത്. കാരണം ലിയോണൽ മെസ്സി ദി ബെസ്റ്റ് എവർ ആണെന്നുള്ളതാണ്. ദി ബെസ്റ്റ് എവർ എന്നുള്ളതാണ്. അപ്പോൾ ലിയോണൽ മെസ്സി സഞ്ചരിച്ച ആ ഒരു ദൂരം സഞ്ചരിക്കണമെങ്കിൽ ലമീന് ഇനി ഒരുപാട് യാത്ര ചെയ്യാനുണ്ട്. പക്ഷേ തുടക്കം ഗംഭീരമായിട്ടുള്ള തുടക്കം തന്നെയാണ്. എവിടം വരെ പോകും എന്നുള്ളത് നമുക്ക് നോക്കി കാണാം. പക്ഷേ ചെക്കൻ ഒരു ഡിഫറൻസ് മേക്കർ തന്നെയാണ്. ഈ കുഞ്ഞു ലമീൻ യമാലിനെ ലിയോണൽ മെസ്സി ഇങ്ങനെ കൈ പിടിച്ചിരിക്കുന്ന ചിത്രമൊക്കെ ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നല്ലോ. ആ ചെക്കനെ നോക്കിയിട്ട് ഇപ്പോൾ ലിയോണൽ മെസ്സി ചോദിക്കുകയാണ് എന്താണ് ലമീൻ ഇത് എന്താണെന്നുള്ളത്. കാരണം എന്തൊക്കെയാണ് ലമീൻ യമാൽ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ലമീൻ യമാലിൻ്റെ അവസാനത്തെ 7 ഗോളുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയേ. അതായത് ചങ്ങായി ബെൻഫീക്കയ്ക്കെതിരെ ഗോൾ അടിക്കുന്നത് നമ്മൾ കണ്ടു. അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മത്സരങ്ങളാണ് ഞങ്ങളുടെ ഗോളുകൾ എന്നുള്ളത്. അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ ഗോൾ അടിച്ചിട്ടുണ്ട്, നെതർലാൻഡ്സിനെതിരെ സ്പെയിനു വേണ്ടി അടിച്ചിട്ടുണ്ട്, ബൊറൂഷ്യക്കെതിരെ, ഇന്റർ മിലാനെതിരെ, റയൽ മാഡ്രിഡിനെതിരെ, എസ്പാന്യോളിനെതിരെ. അപ്പോൾ ഡിഫറൻസ് മേക്കർ ആവുക അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ ടീമിന് വേണ്ടി കണ്ടെത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ സ്പെഷ്യൽ ഫുട്ബോളേഴ്സിന് പറഞ്ഞിട്ടുള്ള സംഭവമാണ്. അത് ഈ 17-ാമത്തെ വയസ്സിൽ ചങ്ങായി ചെയ്തുകൊണ്ടിരിക്കുക. മാത്രമല്ല ചങ്ങായി തന്നെ പറയുന്നുണ്ട് ജസ്റ്റ് തുടക്കം മാത്രമാണെന്നുള്ളത്. എന്തായാലും എത്രത്തോളം ഹമ്പിളായിട്ട് ചങ്ങായി ഇരിക്കാൻ പറ്റും, വർക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതൊക്കെ കണ്ടിരേണ്ട സംഭവമാണ് അല്ലേ. ചില പ്ലെയേഴ്സൊക്കെ നമുക്കറിയാം ഫെയിം തലക്കടിച്ചിട്ട് പരിപാടി നിർത്തുന്നത് അല്ലെങ്കിൽ പരിപാടിയിൽ പുറകോട്ട് പോകുന്നത്. ഇവിടെ അത് സംഭവിക്കില്ലായിരിക്കാം, പക്ഷേ ഹമ്പിളായിട്ടിരിക്കേണ്ട ഒരു അവസരമുണ്ട്. അതേപോലെ തന്നെ എന്താണ് എനിക്ക് ചില അവസരങ്ങൾ തോന്നിയിട്ടില്ല. ഒബ്വിയസ്ലി അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ കുറേ ഇമ്പ്രൂവ്മെൻറ്റ് ഇനിയും വരേണ്ടതായിട്ടുണ്ട്. ഈവൻ ഫിനിഷിങ്ങിൽ ഈ മത്സരത്തിൽ തന്നെ വേറെയും ചാൻസ് അതിന് കിട്ടിയിട്ടുണ്ടായിരുന്നു, ബെറ്ററായിട്ട് ഫിനിഷ് ചെയ്യാമായിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് അവസരങ്ങൾ അതിന് മുമ്പിലുണ്ട്. അപ്പോൾ അതൊക്കെ ഇമ്പ്രൂവ് ആയിരിക്കും. കാരണം ചെക്കനല്ലേ, 17 വയസ്സല്ലേ ഉള്ളൂ, അതൊക്കെ ഇമ്പ്രൂവ് ആയിക്കോളും. അപ്പോൾ അതോടൊപ്പം തന്നെ ആളുടെ ഫിസിക്കാലിറ്റി കുറച്ചുകൂടി ഇമ്പ്രൂവ് ആകാനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ തന്നെ എന്താണ് ചില അവസരങ്ങളിലൊക്കെ പെട്ടെന്ന് വീണ് പോകാനുള്ളൊരു ആസക്തി ചങ്ങായിക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും അടുത്ത സീസണിലൊക്കെ നല്ല രീതിയിൽ തന്നെ ടാർഗറ്റ് ചെയ്യപ്പെടും. നല്ല രീതിയിൽ വാക്കുകൾ കിട്ടും, കിക്കുകൾ കിട്ടും, ചവിട്ട് കിട്ടും. ചവിട്ടി കൂട്ടാൻ റെഡി ആയിട്ടായിരിക്കും ചില ടീമുകളിരിക്കും. അപ്പോൾ ഗെത്താഫയൊക്കെ, ബോർത്തലോസിൻ്റെ ഗെത്താഫയൊക്കെ അതിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. അതേപോലെ തന്നെ വേറെയും ക്ലബ്ബുകൾ. അപ്പോൾ എന്താണ് ഈ സോഫ്റ്റ് പുഷുകൾക്ക്, ചില സോഫ്റ്റ് ഫൗളുകൾക്കൊക്കെ ഇങ്ങനെ വീണ് കിടക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതത്ര നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ മാത്രമല്ല ഈ മത്സരത്തിലും അദ്ദേഹത്തെ എൽബോ ചെയ്തതിനാണ് ആ ഒരു എസ്പാന്യോൾ പ്ലെയർക്ക് റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ. അത് ഒരു 100% റെഡ് കാർഡാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു 1-2 തവണ കണ്ടപ്പോൾ അത് അത്ര ഒരു നാസ്റ്റി ചാലഞ്ചായിട്ട് തോന്നിയില്ല. പക്ഷേ സ്റ്റിൽ ഒരു എൽബോ റേസ് ചെയ്യാൻ പാടില്ല, അത് വേറെ കാര്യം. അല്ലെങ്കിൽ ആ രീതിയിൽ എൽബോ മൂവ്മെൻറ്റ് നടത്താൻ പാടില്ല, അത് വേറെ കാര്യം. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം റെഫറി കൊടുത്തില്ല, സ്ക്രീനിൽ പോയി നോക്കിയിട്ടാണ് റെഫറി ആ റെഡ് കാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എസ്പാന്യോൾ ആ രീതിയിൽ അഗ്രസീവ് ആകാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ കിളി പോയിട്ടുണ്ടായിരുന്നു. കാരണം ആ ഒരു ലമീൻ യമാൽ ഗോൾ അടിച്ചതോട് കൂടിയിട്ട് ആ സെലിബ്രേഷൻ കൂടി കണ്ടതോട് കൂടിയിട്ട് അതും എസ്പാന്യോൾ ആരാധകരുടെ മുമ്പിലാണ് ആ സെലിബ്രേഷൻ നടത്തിയത്. അപ്പോൾ അതൊക്കെ ഇടങ്ങൾ പിടിച്ച സംഭവമാണല്ലോ. എന്തായാലും അങ്ങനെ ലമീൻ യമാൽ ആ രീതിയിൽ ആ ഗോൾ അടിക്കുന്നു, എന്നിട്ട് ലിയോണൽ മെസ്സിയുടെ പോലെ തന്നെ സെലിബ്രേഷൻ പുൾ ഓഫ് ചെയ്യുന്നു. ഇതൊക്കെ രോമം എണീപ്പിക്കുന്ന തരത്തിലുള്ള സംഭവമല്ലേ ഒരു ബാഴ്സലോണ ആരാധന സംബന്ധിച്ചിടത്തോളം, അല്ലേ? അതെ. അങ്ങനെ ആ മൊമെൻ്റ് എഴുതുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എല്ലാ മത്സരത്തിലെ മൊമെൻറ്റുകളിലേക്കും കടക്കുന്നില്ല. പിന്നെ ഈ ഫെർമീൻ വന്നിട്ടുണ്ടായിരുന്നു സബ്ബായിട്ട്. അപ്പോൾ ഫെർമീൻ പിന്നെ ഇഞ്ചുറി ടൈമിൽ 2ാമത്തെ ഗോൾ അടിക്കുന്നത് എങ്ങനെയാണ്, അതിൽ ഫെർമീനിലേക്ക് പാസ് കൊടുക്കുന്നു. ആ ഫൈനൽ തേർഡിൽ ഫെർമീൻ
അനായാസമായിട്ട് പ്ലെയറിനെ ഡ്രിബിൾ ചെയ്ത് പോകും. മറ്റൊരു പ്ലെയറെ കൂടി ഡ്രിബിൾ ചെയ്ത് പോകാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമം, ടേക്ക് ഓൺ ചെയ്ത് പോകാനുള്ള ശ്രമം. പക്ഷേ സ്ലൈഡിങ് ടാക്കിലോട് കൂടിയിട്ട് എസ്പാനിയോളിലെ പ്ലെയർ വരുന്നു, ഒരു ബോളിൽ ഒരു നിക്ക് കിട്ടുന്നു. ഫെർമീൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ പൊസിഷൻ നഷ്ടപ്പെടേണ്ട, അത് ലെമീന് കൊടുക്കുന്നു. ലെമീന് കൊടുത്തിട്ടുള്ള പാസ് അഗെയിൻ അത് സ്ലൈഡ് ചെയ്ത് വിൻ ചെയ്യാനാണ് മറ്റൊരു എസ്പാനിയോൾ പ്ലെയർ ശ്രമം നടത്തുന്നത്. പക്ഷേ ലെമീൻ അവിടെ ഇങ്ങനെ സ്റ്റാൻഡ് ചെയ്ത് നിൽക്കുന്നു. ആ ഒരു ഓറയും സ്വാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം നീ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് ആ ബോൾ മനോഹരമായിട്ട് ഫെർമീന് പാസ് ചെയ്ത് കൊടുക്കുന്നു. വാട്ട് എ പാസ്, സിമ്പിൾ പാസ്സായിട്ട് തോന്നും. പക്ഷേ ആ സ്ലൈഡ് ചെയ്ത് വരുമ്പോൾ അവിടെ ഒരു കാംനെസ് കാഴ്ചവെക്കാനും ആ ബോൾ അവിടെ കൺട്രോൾ ചെയ്യാനും എന്നിട്ട് അത് പാസ് കൊടുക്കാനും ആ ഒരു എലഗൻസ് വേണം. ഫെർമീൻ 1 ടച്ചിൽ തന്നെ ആ എഡ്ജ് ഓഫ് ദ ബോക്സിൽ നിന്ന് അത് ഫിനിഷ് ചെയ്യുന്നു. റയൽ മാഡ്രിഡിനെതിരെ ചെങ്ങായിയുടെ ഗോൾ ഡിസലോ ചെയ്യുന്നത് നമ്മൾ കണ്ടു അല്ലേ, ഹാൻഡ് ബോളിന്. പക്ഷേ ഇവിടെ ഈ ഗോൾ ഡിസലോ ചെയ്യാൻ ആരുമില്ല. കാരണം അത് ഡിസലോ ചെയ്യേണ്ട ഒരു കാര്യമില്ല. അങ്ങനെ ഫെർമീൻ ആ മൊമെൻറ്റ് കിട്ടി. ഫെർമീൻ്റെ ഹാർഡ് വർക്കിനെ റയൽ മാഡ്രിഡിനെതിരെ അത് കൗണ്ട് ചെയ്തില്ല. പക്ഷേ ഇവിടെ അത് കൗണ്ട് ചെയ്തിരിക്കുകയാണ്. തൻ്റെ വിയർപ്പിൻ്റെ വില, തൻ്റെ ഹാർഡ് വർക്കിൻ്റെ വില, ആ ഒരു സുന്ദരമായിട്ടുള്ള നിമിഷത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് കൂടി അവിടെ എഴുതി ചേർക്കപ്പെട്ടിരിക്കുകയാണ്. ഫെർമീൻ ലോപ്പസ് ഹാർഡ് വർക്കറാണ് അല്ലേ. അപ്പോൾ അങ്ങനെ മനോഹരമായിട്ട് ചങ്ങായി ഗോളടിക്കുന്നു. ജോൻ ഗാർസിയക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ചാടി നോക്കി, ചെറിയൊരു ഡിഫ്ലക്ഷനൊക്കെ ഉണ്ട് ആ ഒരു ഷോട്ടിൽ. അങ്ങനെ രണ്ടാമത്തെ ഗോള്. പിന്നെ അങ്ങനെ ആ ഫുൾ ടൈം ആയപ്പോൾ സെലിബ്രേഷൻ തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫുൾ ടൈം ആയപ്പോൾ തന്നെ ആ സ്പ്രിങ്ക്ലർ അങ്ങോട്ട് ഓണാക്കി. അപ്പോൾ അങ്ങനെ വെള്ളം അങ്ങനെ ചീറ്റിക്കൊണ്ടിരിക്കുക ഗ്രൗണ്ടിൽ. കാരണം ആ സെലിബ്രേഷൻ തടയാൻ വേണ്ടിയിട്ടാണ് അത് എസ്പാന്യോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെയും നനഞ്ഞുകൊണ്ട് ബാഴ്സലോണ പ്ലേയേഴ്സ് ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം വെച്ചാൽ ആ ടൈറ്റിൽ അങ്ങോട്ട് സീൽ ചെയ്തിരിക്കുകയാണ്. ലെമീൻ യമാൽ നേരെ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി. അവിടെ കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചങ്ങായി പോയത്. ഹാൻസി ഫ്ലിക്ക് എത്രത്തോളം ഒപ്പോണൻസിനെയും റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നമുക്കതിൽ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം വെച്ചാൽ 2 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഈ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമുക്കറിയാം, എസ്പാന്യോളുടെ ആരാധകർ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ടുള്ള കെയോസ് അവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഹാൻസി ഫ്ലിക്കിൻ്റെ മനസ്സിലുണ്ടായിരിക്കണം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചിത്രം അവിടെ നടന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള അദ്ദേഹത്തിന് അറിയാമായിരിക്കാം. അദ്ദേഹം പറഞ്ഞു വേണ്ട പോ കയറിപ്പോ, ഇവിടെ സെലിബ്രേറ്റ് ചെയ്യണ്ട. ഒരു ഉന്തു തള്ളും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ മത്സരം കഴിഞ്ഞ ഉടനെ തന്നെ. പിന്നെ സെലിബ്രേഷനും നടക്കുന്നു. എസ്പാന്യോളുടെ ആരാധകർ ഇങ്ങനെ ദേഷ്യം പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഹാൻസി ഫ്ലിക്ക് പോയിട്ട് മതി, ഇവിടെ സെലിബ്രേറ്റ് ചെയ്യണ്ട, എല്ലാത്തിനും പിടിച്ച് അകത്തോട്ട് പോകുന്നിട്ട് ഡ്രസ്സിങ് റൂമിലാണ് ബാക്കി പരിപാടി. ഡ്രസ്സിങ് റൂമിൽ പിന്നെ ഹാൻസി ഫ്ലിക്കും സെലിബ്രേറ്റ് ചെയ്യാനുണ്ടായിട്ടുണ്ട്, ലപ്പോർട്ട സെലിബ്രേറ്റ് ചെയ്യാനുണ്ടായിട്ടുണ്ട്. ലപ്പോർട്ടയൊക്കെ ഒരുപാട് നമ്മൾ ക്രിട്ടിസൈസ് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ എന്താണ്, ആളുടെ ചില നീക്കങ്ങളൊക്കെ വർക്കായി തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലേ. ഹാൻസി ഫ്ലിക്കിനെ കൊണ്ടുവരാനെടുത്ത തീരുമാനം, ഷാവിയെ അവിടുന്ന് സാക്ക് ചെയ്തിട്ടുള്ള രീതി അത്ര നല്ലതായിരുന്നില്ല, അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ എന്താണ്, ഈ ഷാവിക്കും ബാഴ്സലോണയുടെ ഈ ഒരു സക്സസ്സിൽ സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന രീതിയിൽ അവിടെ ഒരു ഫൗണ്ടേഷൻ വെച്ചതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പ്രധാനമായിട്ടും ലെമീൻ യമാലിനെ പോലെ ആ യങ്സ്റ്റേഴ്സിൽ ട്രസ്റ്റ് കൊടുത്തിട്ട് അവരെ ആ ഗ്രൗണ്ടിലേക്ക് ഇങ്ങോട്ട് ഇറക്കി വിട്ടു. അതിന് അദ്ദേഹത്തിന് ക്രെഡിറ്റ് കൊടുക്കണം. ലെമീൻ യമാലും പറഞ്ഞു ഷാവി തന്നിൽ കാണിച്ച ആ ട്രസ്റ്റ്, ഷാവി തനിക്ക് തന്ന ഡെബ്യൂ, അതിനെക്കുറിച്ച് ഈ ഒരു അവസരത്തിൽ ലെമീൻ യമാൽ തന്നെ പറയുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ഷാവി അവിടെ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ, ഒരു ഫൗണ്ടേഷൻ വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ലാമാസിയെ അദ്ദേഹം യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഒബ്വിയസ്ലി കഴിഞ്ഞ സീസണിൽ കാര്യങ്ങൾ വർക്കൗട്ടായില്ല. റയൽ മാഡ്രിഡുമായിട്ട് 10 പോയിൻറ്റ്സിൻ്റെ വ്യത്യാസത്തിലായിരുന്നു ബാഴ്സലോണ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഹാൻസി ഫ്ലിക്ക് വരുന്നത്. അപ്പോൾ ഹാൻസി ഫ്ലിക്കിനെ കൊണ്ടുവരാനെടുത്ത തീരുമാനം ലപ്പോർട്ട ചെയ്ത് നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഒരു മാനർ അത്ര നല്ല രീതിയിലായിരുന്നില്ല. അതിനെയാണ് നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. പക്ഷേ ഒടുവിൽ എന്താണ്, അദ്ദേഹത്തിൻ്റെ തീരുമാനം വർക്കൗട്ടായിരിക്കുകയാണ്. അദ്ദേഹം സെലിബ്രേറ്റ് ചെയ്യാൻ അവിടെ ഉണ്ടായിരുന്നു. റാഫ യുസ്തെ ഉണ്ടായിരുന്നു. അവരും പ്ലേയേഴ്സും എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്നു. ഹാൻസി ഫ്ലിക്കിനെ ആ സീലിങ്ങിൽ തട്ടിയനെ ആളിനെടുത്ത് പിന്നെ ഉയർത്തിയിടുമ്പോൾ, കാരണം എന്ന് വെച്ചാൽ അവിടെ ഹാൻസി ഫ്ലിക്ക് യൂഷ്വലി വളരെ കാമായിട്ടുള്ള ഒരു ഫിഗറാണ്. പക്ഷേ അവിടെ അദ്ദേഹത്തിൻ്റെ ഒരു സന്തോഷം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹാപ്പിനെസ് അദ്ദേഹത്തിന് പിടിച്ചു നിർത്താൻ സാധിക്കുന്നില്ല. മാത്രമല്ല ഇനീഗോ മാർട്ടിനസിനൊക്കെ സസ്പെൻഷനായിരുന്നു, കാരണം യെല്ലോ കാർഡും കാര്യങ്ങളൊക്കെ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഇനീഗോ മാർട്ടിനസ്, ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത്, ഇതൊരു ഫാമിലിയാണെന്നുള്ളത്. അവിടെ ഫെറാൻ ടോറസ് ഈ സീസണിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ള മനുഷ്യനാണ് അല്ലേ, അവരുടെ ഒരു സക്സസ്സിൽ. ഫെറാൻ ടോറസ് എന്ന് പറയുന്ന സ്ക്വാഡ് പ്ലെയർ. അപ്പോൾ അങ്ങനെ ആ ഫെറാൻ ടോറസിനെ അവർ മറക്കുന്നില്ല. ഇനീഗോ മാർട്ടിനസ് നേരെ വീഡിയോ കോൾ ചെയ്യുന്നു. കാരണം ഫെറാൻ ടോറസ് ഹോസ്പിറ്റലിലാണ്, ആ ഒരു അപ്പൻഡിസൈറ്റിസിൻ്റെ പിന്നെ ഓപ്പറേഷൻ പരിപാടികളൊക്കെ ആയിട്ട്. അപ്പോൾ ആളെ വിളിച്ചിട്ട് ആ സെലിബ്രേഷനിൽ ആളെയും കൂട്ടുന്നു. ഇതോടൊപ്പം തന്നെ മറ്റൊരു സുന്ദരമായിട്ടുള്ള കാര്യം എന്താണെന്നറിയാം, അവിടെ നിന്ന് ആ സെലിബ്രേഷൻ കഴിഞ്ഞപ്പോൾ തന്നെ സൈക്കിൾ എടുത്തിട്ട് 4 ആൾക്കാർ നേരെ ഫെറാൻ ടോറസിൻ്റെ അടുത്തേക്ക് പോവുക, സൈക്കിളിൽ ഓടിച്ചിട്ട്. ആരൊക്കെയാണെന്നറിയോ, നമ്മുടെ പെഡ്രി, എറിക് ഗാർസിയ, ഇനീഗോ മാർട്ടിനസ്, ഇതോടൊപ്പം തന്നെ ഡാനി ഓൾമോ. അവർ നേരെ ഫെറാൻ്റെ അടുത്തേക്കാണ് പോണത്. ഇത് കാരണം അവിടെ ഒരു ഫാമിലി പോലെയാണ്, ആരെയും മറക്കാൻ സാധിക്കില്ല. ഇതൊരു കൂട്ടായ പ്രയത്നമാണ്. ഇവിടെ തന്നെ ചില
റിപ്പോർട്ടുകളൊക്കെ ഞാൻ വായിച്ചറിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഹാൻസി ഫ്ലിക്ക് ആ ഡ്രസ്സിംഗ് റൂമിൽ ചില മോട്ടിവേഷണൽ കോട്ടുകളും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ തന്നെ മൈക്കിൾ ജോർഡൻ എന്ന് പറയുന്ന ആ ഒരു ഇതിഹാസമായിട്ടുള്ള ബാസ്കറ്റ് ബോൾ പ്ലെയറിൻ്റെ ആ രീതിയിൽ ഒരുപാട് സ്പോർട്ടിംഗ് ഐക്കണുമാരുടെ വിഖ്യാതമായിട്ടുള്ള കോട്ടുകളും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അത്ര. അപ്പോൾ അതിൽ തന്നെ മൈക്കിൾ ജോർഡൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പിന്നെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതായത് എന്താണ്, ടാലൻറ്റ് പിന്നെ മത്സരങ്ങൾ നിങ്ങൾക്ക് വിജയിപ്പിച്ച് തരും, പക്ഷേ ചാമ്പ്യൻഷിപ്പുകൾ ടൈറ്റിലുകൾ അടിക്കണമെങ്കിൽ എന്താണ്, ഇൻ്റലിജൻസ് വേണം, അതോടൊപ്പം തന്നെ ടീമായിട്ട് പ്രവർത്തിക്കണം എന്നുള്ളത്. അതാണ് ഇവിടെ ഈ ബാഴ്സലോണ സൈഡിൽ നമ്മൾ കാണുന്നത്. നമ്മളെപ്പോഴും ഫെർഗസൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാറുണ്ടല്ലോ, അതായത് ഡിഫെൻസ് ടൈറ്റിൽ നിങ്ങൾക്ക് നേടിത്തരുന്നുള്ളത്. ഇവിടെ സത്യം പറഞ്ഞാൽ ബാഴ്സലോണയുടെ ഡിഫെൻസ് അല്ല അവർക്ക് ടൈറ്റിൽ നേടി കൊടുത്തുള്ളത്, അവരുടെ ഒരു അറ്റാക്ക് തന്നെയാണ്. ഒപ്പം ആ ഒരു ടീം സ്പിരിറ്റാണ്, ആ മെൻറ്റാലിറ്റിയാണ്, നെവർ ഗിവ് അപ്പ് മെൻറ്റാലിറ്റി. അതാണ് അവർക്ക് ഈ ടൈറ്റിൽ നേടിക്കൊടുത്തുള്ളത്. ഒബ്വിയസ്ലി അവരുടെ ആ ഒരു ഹൈലൈൻ അതും ഒരു ഡിഫെൻഡിങ് മെക്കാനിസം തന്നെയാണ് കേട്ടോ. പക്ഷേ ലാലിഗയിൽ അവരുടേതല്ല ബെസ്റ്റ് ഡിഫെൻസ്. അവരെക്കാൾ ബെറ്റർ ഡിഫെൻസ് ഉള്ള വേറെയും ടീമുകളുണ്ട്. ക്ലബ് അത്ലറ്റിക്കുമായിട്ടൊക്കെ ബെറ്റർ ഡിഫെൻസീവ് നമ്പേഴ്സ് ഉണ്ട്. പക്ഷേ അവരടിച്ച ഗോളുകളുടെ എണ്ണം, അവർ ഇട്ട ആ ഒരു ഓഫ് സൈഡ് ട്രാപ്പുകളുടെ എണ്ണം, അവരുടെ ആ ഒരു എനർജി, അവരുടെ കൗണ്ടർ പ്രസ്സിങ്, അവരുടെ ആ ഒരു ഫിസിക്കൽ കണ്ടീഷൻ, അതായത് ആഴ്ചയിൽ 2 കളി കളിക്കേണ്ട അവസരങ്ങളുണ്ടായിട്ടുണ്ട്, 3 കളികൾ കളിക്കേണ്ട അവസരങ്ങളുണ്ടായിട്ടുണ്ട്, എത്ര കളികൾ കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഫറ്റീഗ് ക്രീപ്പിൻ ചെയ്യുന്ന സാഹചര്യത്തിലും അവരെ മുമ്പോട്ട് നയിച്ചത് ഈ ഹാൻസി ഫ്ലിക്ക് ആ ടീമിൽ ഇൻസ്റ്റിറ്റ് ചെയ്തിട്ടുള്ള മെൻറ്റാലിറ്റിയാണ്. അതോടൊപ്പം തന്നെ എന്താണ്, ഫിസിക്കൽ കണ്ടീഷനിങ്ങിനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹാൻസി ഫ്ലിക്ക് വരുമ്പോൾ തന്നെ നന്നായി ഓടേണ്ടി വരും, നന്നായി പണിയെടുക്കേണ്ടി വരും സാധാരണയിലൊന്നും എന്നുള്ള കാര്യങ്ങളൊക്കെ അവരിൽ പിന്നെ ഇൻസ്റ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഹാൻസി ഫ്ലിക്ക്, അവരുടെയൊക്കെ ഫിസിക്കൽ കണ്ടീഷനിങ്ങിനും ഹാൻസി ഫ്ലിക്ക് വഹിച്ചിട്ടുള്ള പങ്ക്. ഇപ്പോൾ പെഡ്രിയൊക്കെ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. പെഡ്രിയൊക്കെ എന്താ കളി, പെഡ്രിയെക്കുറിച്ച് ഈ വീഡിയോയിൽ അധികം സംസാരിച്ചിട്ടില്ല അല്ലേ. അതൊരു റയർ സംഭവം. ഞാൻ യൂഷ്വലി പെഡ്രിയെക്കുറിച്ചും വാദവരാതെ സംസാരിക്കും. അപ്പോൾ പെഡ്രിയെക്കുറിച്ച് സംസാരിക്കാം. 200ാമത്തെ ബാഴ്സലോണയുടെ ഗെയിമാണ് ചെങ്ങായി കളിച്ചിട്ടുള്ളത്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ ക്ലബിന് വേണ്ടിയിട്ട് ഒരൊറ്റ കളിയെങ്കിലും കളിക്കണമെന്നായിരുന്നു തൻ്റെ ഡ്രീമായിട്ടുള്ളൊരു സംഭവം. ഇപ്പോൾ 200 കളികൾ കളിച്ചിരിക്കുകയാണ്, ഇനിയും ഒരുപാട് കളികൾ കളിക്കാം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. കാരണം വെച്ചാൽ ഇത് തൻ്റെ സ്വപ്ന ക്ലബ്ബാണെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ളത്. എൻ്റെ കണ്ണിൽ ഈ ഒരു ക്യാമ്പയിനിൽ ഞാൻ കണ്ട ഏറ്റവും മികച്ച മിഡ്ഫീൽഡർ പെഡ്രിയാണ്. അദ്ദേഹം ഗ്ലൈഡ് ചെയ്യുന്ന രീതി, അദ്ദേഹം ബോൾ കൊണ്ട് പോകുന്ന രീതി, അദ്ദേഹം കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്ന രീതി, അദ്ദേഹത്തിൻ്റെ വിഷൻ, അതിൻ്റെ പ്രസ് റെസിസ്റ്റൻസ്, വാട്ട് എ ഫുട്ബോളർ. ഒപ്പം ഇവരൊക്കെ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതോടൊപ്പം തന്നെ ഹാൻസി ഫ്ലിക്കിന് ആവശ്യമുള്ള കുറച്ച് ആൾക്കാരും കൂടി അവിടെ കൂട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടെ ചെയ്യാൻ പോകുന്നത്. ഇനിയും ഈ ക്യാമ്പയിനിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാഴ്സലോണയുടെ മൊമെൻറ്റ്സ് ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം. എന്തൊക്കെയാണ് സീസണിൽ സംഭവിച്ചത്, തുടക്കം മുതൽ ചില ഇമ്പോർട്ടൻറ്റ് മൊമെൻറ്റ്സുകൾ, അതിനെക്കുറിച്ച് സംസാരിക്കണം. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഹാൻസി ഫ്ലിക്കിൻ്റെ ബ്രേവറിയെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ കസോഡയെ മാറ്റി ഫ്രങ്കി ആ ടീമിലേക്ക് തിരിച്ചു കൊണ്ടുവന്നുള്ള രീതി, അതുപോലെ തന്നെ ഷെസ്നിയുടെ കാര്യം നമ്മൾ പലപ്പോഴായിട്ട് സംസാരിക്കുന്ന സംഭവം തന്നെയാണ്. ബീച്ചിൽ കിടക്കായിരുന്നു ചങ്ങായി റിട്ടയർ ചെയ്തിട്ട് സ്പെയിനിൽ മാർബെലയിൽ ചങ്ങായി എൻജോയ് ചെയ്യായിരുന്നു. അപ്പോഴാണ് ഹാൻസി ഫ്ലിക്ക് വിളിക്കുന്നത് വാ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അവിടെ ഉണ്ടാക്കിയുള്ള ഇമ്പാക്റ്റ് എന്താണ്? ചെറിയ കാര്യമാണ്. ഇനിയാക്കി തന്നെ ക്ലബ് അത്ലറ്റിക്കിനെതിരെയുള്ള സെമി ഫൈനലിൽ എന്താണ് ഒരു ടീം മീറ്റിങ്ങിന് നേരത്തെ എത്താത്തതുകൊണ്ട് ആളിനെ ഡ്രോപ്പ് ചെയ്യുന്നു, ഷെസ്നിയെ ടീമിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നീട് തിരിഞ്ഞു നോക്കേണ്ട ഒരു അവസരം പോലും ഉണ്ടായിട്ടില്ല അല്ലേ. അതിനു മുമ്പ് ഒരു കപ്പ് ഗെയിമിലും ഷെസ്നി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ക്ലബ് അത്ലറ്റിക്കിനെതിരെ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യേണ്ടി വരുന്നത് ഇനാക്കി തന്നെയായിരുന്നു. പക്ഷേ അതാണ് ഡിസിപ്ലിനും അവിടെ ഉണ്ട്. ഒരു ഫാമിലിയാണെന്നൊക്കെ പറയുമ്പോഴും അവിടെ ഡിസിപ്ലിൻ എന്ന് പറയുന്ന സംഭവത്തിന് വലിയ പ്രാധാന്യം ഹാൻസി ഫ്ലിക്ക് എന്ന് പറയുന്ന മാനേജർ കൊടുക്കുന്നുണ്ട്. ഷെസ്നി ഈ മത്സരത്തിന് ബ്രേവറിയും കാര്യങ്ങളും കാഴ്ചവെച്ചിട്ടുണ്ട്. ഇപ്പോൾ സെക്കൻഡ് ഹാഫിൽ തന്നെ ഒരു മൊമെൻറ്റ് ഉണ്ടായിരുന്നു. ഒരു ഷോർട്ട് കോർണർ ബോക്സിലേക്ക് വരുമ്പോൾ ഒരു ഡൈവിംഗ് ഹെഡർ എസ്പാനിയൽ താരം നടത്തുന്നു. അവിടെ ഓഫ് സൈഡ് ആണെന്നുള്ളതാണ് എല്ലാവരും വിചാരിക്കുന്നത്, ആ ഒരു താരം, അതായത് ആ ബോളിലേക്ക് പോയിട്ടുള്ള താരം. പക്ഷേ അവിടെ ആ പ്ലെയർ ഓഫ് സൈഡ് അല്ല. അവിടെ ബ്രേവായിട്ട് ഷെസ്നി കയറി വന്നിട്ട് സേവ് ചെയ്യുന്ന സിനാരിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്താണ്, ഷെസ്നി എൻജോയ് ചെയ്യുകയാണ്. ആ ഡ്രസ്സിംഗ് റൂമിൽ സിഗാറൊക്കെ വലിക്കുന്ന ഷെസ്നിയെ കാണുന്നുണ്ട്. അത് ബാഴ്സലോണ തന്നെ ആ ഒരു ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം അതിനൊരു മാസമായിട്ട് കാണിക്കേണ്ട തരത്തിലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. സിഗരറ്റ് വലിയാണെങ്കിലും സിഗാർ വലിയാണെങ്കിലും അതിനിപ്പോൾ കുറച്ച് സ്റ്റൈലാക്കിയാണെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്, നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്ന തരത്തിലുള്ള സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനൊരു മാസമാക്കിയിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതിനൊരു മാസ് സംഭവമായിട്ട് എനിക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ ആ രീതിയിൽ അതിനെ മാസ് വൽക്കരിക്കാനും എനിക്ക് താല്പര്യമില്ല. ഇവിടുത്തെ സ്ക്വാഡ് പ്ലെയേഴ്സ്, അതിൽ തന്നെ റഫീനിയ, എൻ്റെ പൊന്നോ, ഞാൻ എങ്ങനെ റഫീനിയയുടെ ഇമ്പാക്റ്റിനെ കുറിച്ച് മറക്കുക. റഫീനിയ, കൂണ്ടെ, ഇവരൊക്കെ അവിടെ നിന്ന് പോകാൻ സാധ്യതയുള്ള തരത്തിലുള്ള പ്ലെയേഴ്സ് ആയിരുന്നു. അതിൽ തന്നെ റഫീനിയ അവിടെ നിന്ന് പോകുന്ന തരത്തിലുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു. നീക്കോ വില്യംസിനെ കൊണ്ടുവരുന്നു, റഫീനിയക്ക് അവിടെ സ്ഥാനമില്ല. അങ്ങനെ റഫീനിയ പോലും അത് കൺസിഡർ ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് പിന്നീട് റഫീനിയ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഹാൻസി ഫ്ലിക്ക് അവിടെ എത്തിയിട്ട് കോപ്പ അമേരിക്ക കഴിഞ്ഞുള്ള സാഹചര്യത്തിൽ ഹാൻസി ഫ്ലിക്ക് ഒരു കോൾ ചെയ്തിട്ട് പറയാണ് ട്രെയിനിങ് ഗ്രൗണ്ടിലേക്ക് വാ, ബാക്കി എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്നുള്ളത്.
അപ്പോൾ അങ്ങനെ ഹാൻസി ഫ്ലിക്കിൻ്റെ ട്രെയിനിങ് ഗ്രൗണ്ടിലേക്ക് അങ്ങോട്ട് പോകുന്നു. ഹാൻസി ഫ്ലിക്കിൻ്റെ കൂട്ടത്തിൽ അങ്ങോട്ട് നിന്ന് തുടങ്ങിയപ്പോൾ റഫീനിയയുടെയും ജീവിതം മാറി. ബാഴ്സലോണയ്ക്ക് റഫീനി ഉണ്ടാക്കിയുള്ള ഇമ്പാക്റ്റ് എന്താണ് അല്ലേ? അപ്പോൾ അതാണ് ഒരു മാനേജർക്ക്, ഒരു വ്യക്തിക്ക്, ഒരു ഫുട്ബോളിംഗ് ജീനിയസിന് എന്തൊക്കെ തരത്തിലുള്ള മാറ്റമാണ് ഒരു ക്ലബ്ബിൽ ഉണ്ടാക്കാൻ പറ്റുന്നത്. ലെവൻഡോസ്കി ഏജാതി പണിയാണ് എടുത്തിട്ടുള്ളത്. ലെവൻഡോസ്കി ഒബ്വിയസ്ലി ഇപ്പോൾ പിച്ചിജി റേസിൽ എംബാപ്പയ്ക്ക് താഴെ പോയിട്ടുണ്ട്. പക്ഷേ അസാധ്യ പെർഫോമൻസ് അല്ലേ ഈ പ്രായത്തിലും ചങ്ങായി കാഴ്ചവെച്ചിട്ടുള്ളത്. അതായത് കൂടുതൽ ബോളുകൾ അദ്ദേഹത്തിലേക്ക് എത്തുന്നു, കൂടുതൽ ചാൻസുകൾ അദ്ദേഹത്തിന് കിട്ടുന്നു. കുറേ ചാൻസുകളൊക്കെ അദ്ദേഹം മിസ്സാക്കിയിട്ടുണ്ട്, പക്ഷേ കുറേ ചാൻസുകൾ അടിച്ചു കൂട്ടിയിട്ടുണ്ട്, ക്ലച്ച് മൊമെൻറ്റിൽ ഡെലിവറി ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ ഇമ്പോർട്ടൻറ്റ് മൊമെൻറ്റുകളെ കുറിച്ച് സംസാരിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, അത് സെപ്പറേറ്റ് ആയിട്ട് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം. കാരണം അല്ലെങ്കിൽ ഇതിങ്ങനെ നീണ്ടു പോകും. കാരണം അങ്ങനെ കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്തായാലും 38 ഗെയിം വീക്ക് കഴിഞ്ഞിട്ട് ഞാൻ കുറേ കാര്യങ്ങൾ സംസാരിക്കാം. കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊമെൻറ്റുകൾ ഈ സീസണിലേത് ഞാൻ ഓരോന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയുന്ന സംഭവം തന്നെയാണ്, കാരണം നിങ്ങൾ കണ്ടുള്ള സംഭവം തന്നെയാണ്. പക്ഷേ അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാമല്ലോ. പിന്നെ ഇവിടുത്തെ സ്ക്വാഡ് പ്ലെയേഴ്സ് ഞാൻ പറഞ്ഞല്ലോ, ഫെറാൻ ടോറസ്, എറിക് ഗാർസിയ, ഈവൻ ജെറാർഡ് മാർട്ടിൻ, ഇവരൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ്, കസേഡ് ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ്, ഗാവിയും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. കുബാർസി, അതായത് നമ്മൾ ലമീൻ യമാലിൻ്റെ പ്രകടനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും കുബാർസി എന്ന് പറയുന്ന ഡിഫൻഡറിനെ കുറിച്ചും സംസാരിക്കണം അല്ലേ? 18 വയസ്സ് മാത്രമേ ആ ചങ്ങായിക്ക് പ്രായമുള്ളൂ. അപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ സീലിംഗ്? അപ്പോൾ അലഹാൻഡ്രോ ബാൽഡെ ഇല്ലാത്തപ്പോൾ ബാൽഡയുടെ വില ശരിക്കും മനസ്സിലായിരുന്നു അവർക്ക്. ഇപ്പോൾ ബാൽഡെ റഫീനിയെ അൺലോക്ക് ചെയ്യുന്നതിൽ ബാൽഡയും വലിയ തോതിൽ പങ്കുവച്ചിട്ടുണ്ട്. റഫീനിയും എന്താണ് ആ ലെഫ്റ്റിലേക്ക് നീക്കപ്പെട്ടതല്ലേ, ആളെ സംബന്ധിച്ചോളം റൈറ്റിലാണ് കുറേ കൂടി കംഫർട്ടബിൾ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം എന്താണ് ആ ടീമിന് വേണ്ടിയിട്ട് ലെഫ്റ്റിൽ കളിച്ചിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു. ബാൽഡെ അദ്ദേഹത്തിന് കൊടുക്കുന്ന സപ്പോർട്ട് മാത്രമല്ല, ടീമിൻ്റെ മൊത്തത്തിലുള്ള ശൈലി എങ്ങനെയാണ് റഫീനിയെ പിന്നെ ഇമ്പാക്റ്റ് ചെയ്തിട്ടുള്ളത്, അത് ടീമിന് ഏത് രീതിയിൽ പോസിറ്റീവായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അതാണ് ഹാൻസി ഫ്ലിക്കിനാണ് നമ്മൾ മെയിൻ ക്രെഡിറ്റ് കൊടുക്കേണ്ടത്. ഒപ്പം ഈ പ്ലേയേഴ്സിൻ്റെ ആ ഒരു വർക്ക് ചെയ്യാനുള്ള മെൻറ്റാലിറ്റി. കാരണം ബാഴ്സലോണയ്ക്ക് വേണ്ടി കളിക്കുക എന്ന് പറഞ്ഞാൽ പലരുടെയും സ്വപ്നമാണ്. ആ സ്വപ്നം ചിലർക്കൊന്നും യാഥാർത്ഥ്യമാക്കാനേ പറ്റാറില്ല, നമുക്ക് എല്ലാവർക്കും പറയുന്നതാണ്. കാരണം ആ സ്വപ്നം വെച്ചിട്ട് എത്ര ആൾക്കാർ നടക്കുന്നുണ്ടായിരിക്കും. ഇവിടെ സ്വപ്നം യാഥാർത്ഥ്യമായിട്ടും അവിടെ ആ എന്താ പറയുക, അവരുടെ എബിലിറ്റി മൊത്തത്തിൽ പുറത്തെടുക്കാൻ സാധിക്കാത്ത കുറേ പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. അവരെ കൊണ്ട് അവരുടെ എല്ലാം എടുപ്പിക്കാനും ഹാൻസി ഫ്ലിക്കിന് സാധിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഈ എസ്പാനിയോൾ മത്സരത്തിൽ അലഹാൻഡ്രോ ബാൽഡെ അദ്ദേഹത്തിൻ്റെ റിക്കവറി ബേസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന നമുക്ക് കാണാൻ സാധിച്ചു. ഫെറാൻ ടോറസിനെ കുറിച്ച് സംസാരിച്ചു. പെഡ്രി, ഫ്രെങ്കീനെ പറഞ്ഞേക്കണം എന്നുള്ള രീതിയിലുള്ള വാദം ഈവൻ ബാഴ്സലോണ ആരാധകർ പോലും ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ആ ഫ്രെങ്കി ആ ടീമിലേക്ക് വന്നിട്ട് ഫ്രെങ്കി പെഡ്രി പാർട്ട്ണർഷിപ്പ് ഏത് രീതിയിലാണ് തളർത്തിയിട്ടുള്ളത്, എമ്മാതിരി ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുള്ളത്. ക്യാപ്റ്റൻസ് പെർഫോമൻസ് പോലും ഫ്രെങ്കി പലപ്പോഴും ഫുൾ ഓഫ് ചെയ്ത് നമ്മൾ കണ്ടിട്ടില്ലേ അല്ലേ? ബാഴ്സലോണയുടെ ബദ്ധവരികളായിട്ട് റയൽ മാഡ്രിഡ് ഈ ഒരു ക്യാമ്പയിൻ തുടങ്ങുന്നത് എങ്ങനെയാണ്? ചാമ്പ്യൻസ് ലീഗും ലാലിഗയൊക്കെ ടൈറ്റിൽ അടിച്ചുകൊണ്ട് കിലിയൻ എംബാപ്പയെ കൂടി അങ്ങോട്ടേക്ക് ആഡ് ചെയ്തിട്ടാണ്. അപ്പോൾ അവർ സൂപ്പർ കോൺഫിഡൻ്റായിട്ടാണ് സീസൺ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അവിടേക്കാണ് ഹാൻസി ഫ്ലിക്ക് വരുന്നത്. വലിയ പ്രതീക്ഷകളൊന്നും ബാഴ്സലോണ ആരാധകർക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ പിന്നെ ചങ്ങായി ചെയ്ത് കൂട്ടിയിട്ടുള്ളത് എന്താണ്? ഹാൻസി ഫ്ലിക്കിനോട് തന്നെ തൻ്റെ ഈ സീസണിലെ ഫേവറേറ്റ് മൊമെൻറ്റ്സ് ഏതാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ചാൽ 4 ക്ലാസിക്കോ വിക്ടറികളാണ് അദ്ദേഹത്തിൻ്റെ ഫേവറേറ്റ് മൊമെൻറ്റ്സ് ആയിട്ടുള്ളത്. അതായത് 4 ക്ലാസിക്കോ വിക്ടറികൾ, അതിൽ ചിലതൊക്കെ ഹ്യൂമിലിയേഷൻസാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ എന്താണ് ഹാൻസി ഫ്ലിക്കിന് ഈ ക്ലബിൻ്റെ കൾച്ചർ എന്താണെന്ന് അറിയാം, ആരാധകർക്ക് എന്താണ് വേണ്ടതെന്ന് അറിയാം, ആരാധകരുടെ മനസ്സ് വായിക്കാൻ അറിയാം. ആ രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നതും അദ്ദേഹം കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതും. ഒരു ഈസി സെയിലിംഗ് ഒന്നും ആയിരുന്നില്ല സത്യം പറഞ്ഞാൽ. ഇടയ്ക്ക് വെച്ചിട്ട് നമുക്കറിയാലോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഷിറ്റി നവംബർ എന്നുള്ള രീതിയിൽ നവംബറിനെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹാൻസി ഫ്ലിക്ക് തന്നെ. അത്തരത്തിൽ എന്തൊക്കെയാണ് ഈ സീസണിൽ സംഭവിച്ചതെന്നുള്ളത് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. 7 പോയിൻറ്റ്സിൻ്റെ വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്നു ജാനുവരി മാസത്തിൽ റയൽ മാഡ്രിഡും ബാഴ്സലോണയും തമ്മിൽ. റയൽ ടോപ്പിലിരിക്കുകയായിരുന്നു. അവിടെ നിന്നാണ് ബാഴ്സലോണയുടെ റെമോൺടാഡ, ഒരുപാട് മത്സരങ്ങളിൽ ആ റെമോൺടാഡ നമുക്ക് കാണാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ ഈ ഒരു സീസണിൽ തന്നെ ലാലിഗയിൽ അവരുടെ റെമോൺടാഡ പുറത്തെടുക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ അത് ഹാൻസി ഫ്ലിക്ക് ടീമിൽ ഇൻസ്റ്റിൽ ചെയ്തിട്ടുള്ള മെൻറ്റാലിറ്റി തന്നെയാണ് അതിന് പ്രധാന കാരണമായിട്ടുള്ളത്. റയൽ മാഡ്രിഡ് എങ്ങനെയാണ് ഇതിനെ നേരിടാൻ പോകുന്നത്? അപ്പോൾ എന്തായാലും അവർ വേദനിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ തിരിച്ചടിക്കുമ്പോൾ അതിന് ചിലപ്പോൾ കനം കൂടാനുള്ള സാധ്യതയുണ്ട്. രസകരമായിട്ടുള്ള ബാറ്റിലാണ് നമ്മുടെ മുമ്പിലുള്ളത് വരാനിരിക്കുന്ന സീസണുകളിൽ. കാത്തിരിക്കുക. 28ാമത്തെ ടൈറ്റിൽ അടിച്ചതിനെ കുറിച്ച് ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഗുഡ് ബൈ.